പ്രൈസ് ദി ലോർഡ്. ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ തിങ്കളാഴ്ച പകൽക്കാലം നിങ്ങളോടൊപ്പം ആയിരിക്കാൻ ദൈവമേലും സഹായിച്ചാൽ നന്ദി പറയുന്നു. ഇന്നത്തെ ചിന്തയ്ക്കായി ജെനസിസ് 5:24. ഹാനോക്ക് ദൈവത്തോട് കൂടെ നടന്നു, ദൈവം അവനെ എടുത്തു കൊണ്ടതിനാൽ കാണാതെയായി. വളരെ പരിചയമുള്ള ഒരു വചനമാണ്. ഹാനോക്ക് ഒരു ദൈവപുരുഷനായിരുന്നു. അവൻ ദൈവത്തോട് കൂടെ നടന്നതുകൊണ്ട്, ദിനം പ്രതി ദൈവത്തോടു കൂടെ നടന്നതുകൊണ്ട് ഒരു ദിവസം ദൈവം അവനെ എടുക്കുവാനിടയായിത്തീർന്നു. എത്ര ഭാഗ്യമേറിയ അവസ്ഥയാണ്. ജനിച്ചു നമുക്ക് മറ്റൊരു അധ്യായം വചനവും കാണാൻ കഴിയുന്നുണ്ട്. ദൈവം ഏതെനിൽ ആണെങ്കിൽ ദൈവം ആക്കി വെച്ച അതിൻ്റെ ജനത്തെ കാണുവാൻ എന്നും വെയിലാറുമ്പോൾ കാണുവാൻ വേണ്ടി അവരുടെ കൂടെ സംസാരിക്കുവാൻ വേണ്ടി ഇറങ്ങി വരുമായിരുന്നു. ഞാൻ ആ വചനം വായിക്കുമ്പോൾ ഒത്തിരി സന്തോഷിക്കാറുണ്ട്. എന്ത് നല്ല മഹത്തായ സകല ഫലവൃക്ഷങ്ങളടങ്ങിയ ഏതേൻ തോട്ടം. അതിന് ആദാമിനെയും ഹവ്വയെയും സൃഷ്ടിച്ചാക്കുമ്പോൾ വെയിലാറുമ്പോൾ ഒരു സ്നേഹിതനെ പോലെ കൂടെ നടന്ന് സംസാരിക്കുന്ന അവസ്ഥ. ഈ ദൈവമക്കളെ, ഈ നാളുകളിൽ വാക്കിംഗ് വിത്ത് ഗോഡ്, ദൈവത്തോട് കൂടുക, നടക്കുക എന്ന് പറയുമ്പോൾ അതിൽ കൂടി മഹത്തേറിയ ഒന്നുമില്ല. ഈ നാളുകളിൽ വാട്ടവും കോട്ടവും എന്ന് പറഞ്ഞാൽ ഈ തലമുറയിൽ ദൈവസന്നിധി നാം ദൈവത്തോട് കൂടെ നടക്കുമ്പോൾ, ദൈവത്തോട് ചേർന്ന് നടക്കുമ്പോഴാണ് ദൈവം നമ്മളെ പല വിഷയങ്ങളും അറിയിക്കുന്നത്. ദേശത്ത് തന്നെ വരാൻ പോകുന്നത്, സഭയ്ക്ക് വരാൻ പോകുന്നത്, തലമുറയ്ക്ക് വരാൻ പോകുന്നത്. കഥാന പന്തി പറയുന്നുണ്ട്, എൻ്റെ ദാസനെ അറിയിക്കാതെ ഞാൻ ഒന്നും ചെയ്യയില്ല എന്ന്. നാം ദൈവത്തോട് ദിനം പ്രതി, ഹാനോക്ക് ദൈവത്തോട് ദിനം പ്രതി നടക്കുന്ന ദൈവഭയമുള്ളൊരു മനുഷ്യനായിരുന്നു. അതേപോലെ ആദവും ഹവ്വയും ദൈവം ആ തോട്ടത്തിൻ്റെ സകലത്തിനും അധിപതിയാക്കി ദൈവം അവരെ ആക്കി തീർത്ത്. സകലത്തിനും വൈകിട്ട് വെയിലാറുമ്പോൾ അവർ കൂടെ നടക്കുക. ആ കാലൊച്ച കേൾക്കുമ്പോൾ പാവം ചെയ്തപ്പോഴാണ് ദൈവത്തിന് അവർ മറിഞ്ഞിരിക്കാൻ ഇടയായിത്തീർന്നത്. എന്നാൽ വെയിലാറുന്ന ആ സമയത്ത് ദൈവത്തോട് കൂടെ നടന്ന് വർത്താനമൊക്കെ പറയുക എന്ന് പറഞ്ഞാൽ എന്ത് മഹത്തരമായ ഒരു കാര്യം. അതുപോലെ പുറപ്പാട് പുസ്തകത്തിൽ മറ്റൊരു വചനം നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. മോശ ദൈവത്തോട് കൂടെ നടന്നു. അല്ല, മോശയാണെങ്കിൽ മോശയോട് ദൈവം ഒരു സ്നേഹിതനെ പോലെ സംസാരിച്ചതാണ്. അത് കേൾക്കുമ്പോൾ എനിക്ക് വളരെ സന്തോഷം. നമ്മൾ സ്നേഹിതരോട് എങ്ങനെ സംസാരിക്കുന്നത്, അല്ലെങ്കിൽ നമ്മുടെ അപ്പനോട് എങ്ങനെയാണ് സംസാരിക്കുന്നത്, അതുപോലെ ഒരു അപ്പനോടെന്ന് പറഞ്ഞാൽ നമുക്ക് പിന്നെ ലിമിറ്റേഷനുണ്ട്. എന്നാൽ ഒരു സ്നേഹിതൻ എന്ന് പറയുമ്പോൾ നമുക്ക് എന്തും പറയാം. നമ്മുടെ വേദനകളും നമ്മുടെ സങ്കടങ്ങളിലും നമ്മുടെ ജീവിതത്തിലെ പരാജയങ്ങളും എല്ലാം നമ്മൾ ഒരു സ്നേഹിതൻ്റെ മുമ്പിൽ നമ്മൾ ഒന്നും മറച്ചു വെക്കത്തില്ല. നമ്മൾ അവരുടെ അഡ്വൈസൊക്കെ ചോദിക്കാറുണ്ടല്ലേ. എങ്കിൽ ഈ നാളുകളിൽ ദൈവജനമേ, എന്നെ കേൾക്കുന്ന പ്രിയ ദൈവമക്കളെ, ഈ വാക്കിംഗ് വിത്ത് ഗോഡ് എന്ന് ദൈവം എനിക്ക് ആ തീം തന്നപ്പോൾ തന്നെ ഈ ഒരു നല്ല ചിന്ത ഇന്ന് പകൽക്കാലം ദൈവം എനിക്ക് തന്നതിൽ ഒത്തിരി സന്തോഷമുണ്ട്. കാരണം മോശ ഒരു സ്നേഹിതനോട് സംസാരിക്കുന്നത് പോലെ, ഹല്ലേലൂയ, സ്തോത്രം, ദൈവത്തോട് സംസാരിക്കാനിടയായി തീർന്നു. ഈ ദിവസങ്ങളിൽ അങ്ങനെ നമുക്കായിത്തീരും. അതേപോലെ തന്നെ പുറപ്പാട് ജെനസിസ് 6:9 നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. നോഹ നീതിമാനും തൻ്റെ തലമുറയിൽ നിഷ്കളങ്കനുമായിരുന്നു. നോഹ ദൈവത്തോട് കൂടെ നടന്നെന്ന്. അങ്ങനെ ദൈവത്തോട് കൂടെ നടന്ന അനേകരെ വചനത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട് അല്ലേ. ദൈവത്തെ സ്നേഹിച്ച യോഹന്നാൻ തൻ്റെ മാറോട് ചേർന്ന് അവൻ കിടന്നതുകൊണ്ട് മറ്റ് 12 ശിഷ്യന്മാരെ അറിയിക്കാത്ത വിഷയം പത്മോസിൻ ലേഖനായിട്ടാണ് ആ വെളിപ്പാട് പുസ്തകത്തിൻ്റെ ദർശനം ആ ദൈവം യോഹന്നാനെ വെളിപ്പെടുത്താൻ മെയിൻ കാരണം അവൻ ആ യേശുവിൻ്റെ ഹാർട്ട് ബീറ്റ് അറിയുന്ന വ്യക്തിയായിരുന്നു. എന്ത് നല്ല സന്തോഷകരമായ അവസ്ഥ. ഈ നാളുകളിൽ പ്രിയ ദൈവമക്കൾ, ഈ ലോകത്തിൻ്റെ മോഹങ്ങളെല്ലാം ഒഴിഞ്ഞു പോവും. നമ്മൾ ഈ നാളുകളിൽ ദൈവത്തെ, പിതാവിനെ അധികമായി സ്നേഹിച്ചുകൊണ്ട് പിതാവിന് വേണ്ടി നിൽക്കുവാൻ, ആ പിതാവിൻ്റെ കൂടെ ഹാനോക്ക് കൂടെ നടന്നതുപോലെ ആ പിതാവിൻ്റെ കൂടെ നടക്കുവാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ. നമ്മുടെ കുഞ്ഞുങ്ങളെയും അതിനായി നമ്മൾ ട്രെയിനിങ് ചെയ്യാം. നമ്മുടെ കുഞ്ഞുങ്ങൾ ഈ നാളുകളിൽ തലമുറയ്ക്ക് വേണ്ടി വ്യക്തമായി പ്രാർത്ഥിക്കാം, ശക്തമായി പ്രാർത്ഥിക്കാം. നശിച്ചു കൊണ്ടിരിക്കുന്ന ഈ തലമുറയാണ്. ആൺകുഞ്ഞായാലും പെൺകുഞ്ഞായാലും ആ കുഞ്ഞുങ്ങൾ നമ്മൾ ദൈവത്തോട്, ഈ തലമുറയിൽ ദൈവത്തോട് കൂടെ നടക്കുന്നവരായി തീരുവാൻ വേണ്ടി നമുക്ക് ശക്തമായി അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. നമുക്കും ദൈവത്തോട് കൂടെ നടക്കാം. മാത്രമല്ല, യോഹന്നാനെ പോലെ ദൈവത്തിൻ്റെ മാറോട് നമുക്ക് ചേർന്ന് പറ്റിയിരിക്കാം. അപ്പോൾ ദൈവം നമ്മളെ ചില പത്മോസിൻ്റെ അവസ്ഥയിൽ കൂടെ, ഏകാന്തതയിൽ കൂടെ കടത്തി വിട്ടാലും കൈവിടാതെ ആ വെളിപ്പാട്, ഹല്ലേലൂയ, സ്തോത്രം, യോഹന്നാന് ദൈവം വെളിപ്പെടുത്തി കൊടുത്തതുപോലെ
ദൈവം ചില നമ്മളെ അറിയിക്കുവാൻ ഇടയായിത്തീരും. ആകയാൽ ഹാനോക്ക് ദൈവത്തോട് കൂടെ നടന്നതുപോലെ ദൈവത്തോട് കൂടെ നടക്കുവാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ. ഈ പകൽക്കാലം അതിനായി നമുക്ക് ദിവസം സമർപ്പിക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. സർവശക്തനായ ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ പിതാവേ, ഹാനോക്ക് കൂടെ നടന്നതുപോലെ, നോഹ കൂടെ നടന്നതുപോലെ കർത്താവേ, ഹല്ലേലൂയ, സ്തോത്രം കർത്താവേ. ആ മോശ കർത്താവേ ഒരു സ്നേഹിതനോട് സംസാരിക്കുന്നത് പോലെ അങ്ങയോട് സംസാരിച്ചതുപോലെ കർത്താവേ ആയിത്തീരുവാൻ ഈ ദിവസങ്ങളിൽ ഞങ്ങളെ ദൈവം സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ കൂടെ നടക്കുന്നവരായി തീരുവാൻ, അങ്ങയുടെ മാറോട് പറ്റിയ യോഹന്നാനെ പോലെ അങ്ങയുടെ മാറോട് പറ്റിയിരിക്കുവാൻ ദൈവം ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങൾ തലമുറകളെ ഒരുക്കണമേ. അതിനായി കർത്താവ് ഞങ്ങളെ ഒരുക്കിയെടുക്കണമേ. ഈ ദിവസങ്ങളിൽ അതിനായി ഞങ്ങളെ കർത്താവ് ക്രിയ ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ കൂടെ നടക്കുവാൻ തടസ്സമായ ജീവിതത്തിലെ കുറവുകളെ കർത്താവ് ക്ഷമിച്ചുകൊണ്ട് അങ്ങയ്ക്കൊപ്പം നടക്കുവാൻ സ്വർഗം ഞങ്ങളെ സഹായിക്കണം. അതിനായി ഞങ്ങളെ ഒരുക്കണം, ഞങ്ങളെ ശുദ്ധീകരിക്കണം. പ്രാർത്ഥനയുടെ ന്യായസ്തോത്രം വചനം കേൾക്കുന്ന ഓരോ വ്യക്തികൾക്കും അനുഗ്രഹമായി തീരുവാൻ കർത്താവേ, ഓരോ വ്യക്തികളും അങ്ങയുടെ കൂടെ നടക്കുന്നവരായി തീരുവാൻ സ്വർഗം സഹായിക്കണം. യേശുവിൻ നാമം തന്നെ ആമേൻ. ഗോഡ് ബ്ലസ് യു. ഈ വചനങ്ങൾ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു.